ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപി ഡിയിലുണ്ടെന്നാരോപിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല സിപിഎം എന്ന് മുഖ്യമന്ത്രി. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ. സാമ്പിൾ വെടിക്കെട്ട് TCVയിൽ തത്സമയം. ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. വിട പറഞ്ഞത് ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തിഗാനരംഗത്തും സിനിമാ രംഗത്തും മികവ് തെളിയിച്ച പ്രതിഭ. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്ക് മുതലയുടെ കടിയേറ്റു. ചാലക്കുടി പുഴയുടെ അതിരപ്പള്ളി ഭാഗത്ത് മുതലക്കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കണ്ടെത്തി. സ്വർണ്ണവില പവന് 55,000 രൂപയിലേക്കെത്തി. ഒരു പവന് 54,360 രൂപ. 2 മാസത്തിനുള്ളിൽ പവന് വർദ്ധിച്ചത് 8,000 രൂപയിലേറെ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപി ഡിയിലുണ്ടെന്നാരോപിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല സിപിഎം എന്നും മുഖ്യമന്ത്രി. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത് കോൺഗ്രസിന്റെ ഒരു മോഹമാണ്. കോൺഗ്രസിന്റെ കളരിയിലല്ലാതെ ഞങ്ങൾ പഠിച്ചത്. ഇപ്പോഴും പ്രാദേശികമായി BJPയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അവർ. 4 വോട്ടിനു വേണ്ടി മറ്റെന്തെങ്കിലും നിലപാടെടുത്ത് ഞങ്ങൾ പോകാറില്ല. ആരെയും പ്രീണിപ്പിക്കാനും തയ്യാറാകാറില്ല. കേരളത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയും BJPയും കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് ഉയർത്തിക്കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സഹകരണ മേഖല നല്ല നിലയിലാണ്. കരുവന്നൂരിൽ വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും ഒരു സംഭവം നടന്നു വന്നതിന്റെ മേലെ കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ അപകീർത്തിപ്പെടുത്താനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനുള്ള പ്രവർത്തനമല്ല നടത്തുക. കുറ്റം ചെയ്തവർക്കെതിരെ അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കത്തക്ക നടപടികൾ സ്വീകരിക്കും. കരുവന്നൂരിന്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം 117 കോടിയിൽ പരം രൂപ തിരിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറക്ക് വേണമെങ്കിൽ നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബാങ്ക് എത്തിയിരുന്നത്. അഴിമതി നടത്തിയവരെ, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടും. NDA മൂന്നാമതാകും. കേരള വിരുദ്ധ നിലപാടെടുക്കുന്ന UDFന് വോട്ടർമാർ കനത്ത ശിക്ഷ നൽകും. സംഘപരിവാറിനെ എതിർക്കുന്ന LDF ജയിക്കണോ, ആ നയങ്ങളോട് ചേരുന്ന UDF ജയിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കടമെടുപ്പ് പരിധി ഹർജിയിൽ കേരളത്തിന് തിരിച്ചടിയുണ്ടോ എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രി തള്ളി. ഹർജി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് എങ്ങനെയാണ് തിരിച്ചടിയാകുകയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. CMRL-S ലോജിക് ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രൂക്ഷമായ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മാസപ്പടിയിലെ ചോദ്യം ചെയ്യൽ മകൾ വീണ വിജയനിലേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരുഷമായ മറുപടി. ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി നടക്ക്, എനിക്ക് ഭയമുണ്ടെങ്കിൽ പറയാമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മകളുടെ കമ്പനിക്ക് പണം ലഭിച്ചത് അക്കൗണ്ടിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചാലും സുരേഷ് ഗോപി രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ CPMനെ പറ്റിയാണ് ഇൻകം ടാക്സുകാർ തന്നെ നേരത്തെ ഏറ്റവും നല്ല രീതിയിൽ റെക്കോർഡുകൾ തരുന്നതും റിപ്പോർട്ടുകൾ നൽകുന്നതും CPIM ആണ് എന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയതാണ്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും. TCV ന്യൂസ്, തൃശൂർ. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വാക്കുപോലും പ്രതികരിക്കാത്തതിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംഘപരിവാറിനും കോൺഗ്രസിനും ഒരേ മനസ്സാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണ 18 MPമാരെ ജയിപ്പിച്ച കേരള ജനത വലിയ മനോവേദനയാണ് ഇന്ന് അനുഭവിക്കുന്നത്. BJPക്ക് കേരളത്തോടുള്ള കേരള വിരുദ്ധ വികാരം UDFന് ഒപ്പം നിൽക്കുന്ന ഈ MPമാർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ, കോൺഗ്രസ് S സംസ്ഥാന ജനറൽ സെക്രട്ടറി CR വത്സൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മെറോലി, JDS ജില്ലാ പ്രസിഡന്റ് CT ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി 7-ന് ശേഷം ആദ്യം പാറമേക്കാവാണ് വെടിക്കെട്ടിന് തിരികൊളുത്തുക. ശേഷം തിരുവമ്പാടി വെടിക്കെട്ട് നടത്തും. ചരിത്രത്തിൽ ആദ്യമായി പാറമേക്കാവിനും തിരുവമ്പാടിക്കും വെടിക്കെട്ട് നടത്തുന്നത് ഒരേ കരാറുകാരനാണ്. സാങ്കേതിക പ്രശ്നം മൂലം പാറമേക്കാവിന്റെ വെടിക്കെട്ട് കരാറുകാരന് ലൈസൻസ് ലഭിക്കാൻ തടസ്സമായതോടെയാണ് ഒരേ വ്യക്തി ഇരുകൂട്ടർക്കും വെടിക്കെട്ട് നടത്തുന്നത്. മാനത്ത് വിരിയുന്ന വിസ്മയത്തിൽ ലവ് ഷേപ്പിൽ വിരിയുന്ന പ്രേമലു എന്ന അമിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ആകാശത്ത് പൊട്ടിവിരിഞ്ഞ് താഴേക്ക് ഊർന്നിറങ്ങുന്ന ഗുണാക്കേവും ഇത്തവണത്തെ പ്രത്യേകതയാണ്. വെടിക്കെട്ടിനോടനുബന്ധിച്ച് നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ തുടങ്ങിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂരത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ 3200ഓളം പോലീസിനെയും 60ഓളം ഡിവൈഎസ്പിമാരെയും നിയമിക്കും. തൃശൂർ നഗരത്തിൽ നിലവിലുള്ള 60ഓളം CCTV ക്യാമറകൾക്ക് പുറമെ 150ഓളം ക്യാമറകൾ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കും. ആളുകളുടെ സൌകര്യാർത്ഥം റൌണ്ടിന് ചുറ്റും 4 വശങ്ങളിലും മിനി കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കുമെന്നും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പെസോ ഗൈഡ് ലൈൻസ് പ്രകാരം എവിടെ വരെ 100 മീറ്റർ എത്തുന്നുണ്ടോ അവിടെ വരെ ആളുകളെ പ്രവേശിപ്പിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. ACP K സുദർശൻ വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ഏറ്റവും ഒപ്റ്റിമം അപ്പൊ അതേ പ്രകാരം തന്നെ നമ്മൾ ആ ബാരിക്കേഡിംഗ് റൗണ്ടിൽ ചില സ്ഥലങ്ങളിൽ റൗണ്ടിൽ ആൾക്ക് നിൽക്കാൻ പറ്റും. ഇപ്പം ഈ നമ്മുടെ ബിനി ജംഗ്ഷൻ സൈഡിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഫയർ ലൈൻ്റെ അവിടുത്തെ ഒട്ടും തന്നെ സ്ഥലമില്ല, അപ്പൊ അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്യും. ജില്ലാ ആസ്പത്രിയുടെ ആള് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ഗ്രീൻ ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ പാറമേക്കാവിന്റെ അപ്പുറത്ത് ബിനി ജംഗ്ഷൻ തുടങ്ങി ആ പാർക്കിന്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഫയർ ലൈനിന്റെ അടുത്തുനിന്ന് വളരെ അടുത്താണ്. അത് 100 മീറ്റർ ഇതാവുന്നില്ല. അപ്പം അവിടെയെല്ലാം റൗണ്ടിൽ ആളെ നിർത്താൻ പറ്റത്തില്ല. പൂരനഗരിയിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. വാട്ടർ ഹെഡഡ് ഉപയോഗിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നേരിടുന്നതിന്റെ ഭാഗമായായിരുന്നു മോക്ക് ഡ്രിൽ. തെക്കേ ഗോപുര നടയിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും പങ്കെടുത്തു. ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തിഗാന രംഗത്തും സിനിമാ രംഗത്തും ഒരു പിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ധർമ്മശാസ്ത്ര, നിറകുടം, സ്നേഹം, തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പാദപൂജ, ഷൺമുഖപ്രിയ, പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട്. ജയവിജയന്മാർ 1988 വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നു. പ്രശസ്ത സിനിമാ താരം മനോജ് K ജയൻ മകനാണ്. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്ക് മുതലയുടെ കടിയേറ്റു. വേവർലി എസ്റ്റേറ്റ് തൊഴിലാളി രാമുവിന്റെ മകൻ 17 വയസ്സുള്ള അജയനാണ് മുതലയുടെ കടിയേറ്റത്. രാവിലെ കുളിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി മുതലയുടെ കടിയേൽക്കുകയായിരുന്നു. ഇരു കൈകൾക്കും കാലുകൾക്കും പരിക്കേറ്റ അജയിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയുടെ അതിരപ്പള്ളി ഭാഗത്ത് മുതലക്കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കണ്ടെത്തി. 7 കുഞ്ഞുങ്ങളെയാണ് പുഴയോട് ചേർന്ന പ്രദേശത്ത് കണ്ടത്. ഓരോന്നിനും ഏകദേശം 3 അടിയോളം നീളമുണ്ട്. മുതലക്കുഞ്ഞുങ്ങൾക്ക് 2 മാസത്തെ പ്രായം തോന്നിക്കും. സമീപത്തെ കുറ്റിക്കാട്ടിൽ മുട്ടയിട്ട് വിരിഞ്ഞതിന്റെ ലക്ഷണങ്ങളുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് മുതലകളുടെ മുട്ടകൾ വിരിയാറുള്ളത്. ഒരു മുതല 30-ൽ പരം മുട്ടകളിടും. വൈവിധ്യമാർന്ന മത്സ്യങ്ങളാൽ പെരുമയുള്ള ചാലക്കുടി പുഴയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മുതലകളുടെ സാന്നിധ്യമുണ്ട്. സമീപകാലത്ത് മുതലകളുടെ എണ്ണമേറിയിരിക്കുകയാണ്. തൃശൂർ അരണാട്ടുകര തോപ്പിൻമൂലയിൽ മലയണ്ണാനെ റോഡിൽ ചത്ത നിലയിൽ കണ്ടെത്തി. വാഹനമിടിച്ചാണ് മലയണ്ണാൻ ചത്തതെന്ന് കരുതുന്നു.
സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ. പവന് വില 770 കോടി 54,360 രൂപയിലെത്തി. ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 6,795 രൂപയുമായി. 53,640 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില. ഇതോടെ 2 മാസത്തിനുള്ളിൽ 8,000 രൂപയിലേറെയാണ് ഒരു പവന് വർധനവുണ്ടായത്. നിലവിലെ വിലയ്ക്ക് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 5% എന്ന കുറഞ്ഞ പണിക്കൂലിയും 3% GSTയും പ്രകാരം 59,000 രൂപയെങ്കിലും നൽകേണ്ടിവരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഡോളറിന്റെ കുതിപ്പുമൊക്കെയാണ് സ്വർണ്ണവിലയിലെ വർധനവിന് പിന്നിൽ. മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ രാജ്യം പിന്തുടർന്നു വന്ന ഭരണഘടനാ മൂല്യങ്ങളും നിയമവാഴ്ചയും അട്ടിമറിക്കപ്പെട്ടുവെന്ന് AIYF ദേശീയ ജനറൽ സെക്രട്ടറി ആർ തിരുമലൈ തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും തിരുമലൈ പറഞ്ഞു. 1 വർഷം 2 കോടി യുവജനങ്ങൾക്ക് ജോലി എന്ന വാഗ്ദാനവുമായി 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലയളവിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു. കേരളത്തോട് സമാനതകളില്ലാത്ത അവഗണനയാണ് മോദി സർക്കാർ കാണിക്കുന്നത്. അർഹമായ വിഹിതങ്ങളോ പദ്ധതികളോ സാമ്പത്തിക സഹായങ്ങളോ നൽകുന്നില്ലെന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തീർത്തും ദുർബലപ്പെടുത്തുന്ന സമീപനവും സ്വീകരിക്കുന്നു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം രാജ്യത്തിന്റെ സോഷ്യലിസ്റ്റ് മതേതര ഘടനയെ തകർത്ത് ജുഡീഷ്യറിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും അധികാരങ്ങളെ ആകമാനം വരുതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം ഗണ്യമായി വർദ്ധിക്കേണ്ടതുണ്ട്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായ VS സുനിൽകുമാറിനെ തൃശൂരിലെ ജനത വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നും തിരുമലൈ പറഞ്ഞു. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പിഴ ചുമത്തി മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശി അജി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇടയൻ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. ബോട്ടിന് മത്സ്യബന്ധന പെർമിറ്റും ഉണ്ടായിരുന്നില്ല. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 3 ലക്ഷം രൂപ ട്രഷറിയിൽ ഒടുക്കി. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബോട്ടിന് 2.5 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ഫിഷിംഗ് പെർമിറ്റ് ഇനത്തിൽ 27,515 രൂപ ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത ബോട്ടിലുണ്ടായിരുന്ന ചെറു മത്സ്യങ്ങൾ ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഉപേക്ഷിച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പെട്രോളിംഗിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ഫിഷറീസ് കിരൺ, AFEO സംന ഗോപൻ, FO സഹന ഡോൺ, മെക്കാനിക് ജയചന്ദ്രൻ തുടങ്ങിയവർ ബോട്ട് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പൌരത്വ നിയമ ഭേദഗതിയെപ്പറ്റി പറയാതെ കോൺഗ്രസ് ഒഴിഞ്ഞുമാറുകയാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. മുള്ളൂർക്കരയിൽ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KV വിജീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, P. ശ്രീകുമാർ, KK മുരളീധരൻ, V. രഘു തുടങ്ങിയവർ സംസാരിച്ചു. മാള പള്ളിപ്പുറത്ത് അടഞ്ഞുകിടന്നിരുന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. കാട്ടുപറമ്പിൽ രാമചന്ദ്രന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 പവന്റെ ആഭരണങ്ങളും 2,000 രൂപയുമാണ് മോഷണം പോയത്. കുടുംബക്ഷേത്രത്തിലെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ മുന്നിലെ വാതിൽ കുത്തി തുറന്ന ശേഷം അലമാര തുറന്നാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും എടുത്തിട്ടുള്ളത്. മാള പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ വീടിന് സമീപമുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ ഇളംകുന്ന് മുള്ളംകുഴി ചന്ദ്രൻ മകൻ 42 വയസ്സുള്ള ജയേഷാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർ ആയ ജയേഷിനെ ഞായറാഴ്ച മുതൽ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മാള ഗുരുതിപ്പാല വെട്ടുകടവ് റോഡ് നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണ് മോഷണം പോയത് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ധർണ നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സോയി കോലഞ്ചേരി, ജോഷി കാഞ്ഞുത്തറ, ശോഭന ഗോകുൽനാഥ്, ഇന്ദിര ശിവരാമൻ, KR പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു.
3 പീടികയിൽ പടക്ക കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി പണിക്ക് വീട്ടിൽ ഇജാസിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ചയാണ് സുഹൃത്തിന്റെ പടക്ക കച്ചവട സ്ഥലത്ത് വെച്ച് പെരിഞ്ഞനം പത്രമുക്ക് സ്വദേശി കാരിക്കുറ്റി വീട്ടിൽ സുധീഷിന് കുത്തേറ്റത്. ബൈക്കിലെത്തിയ ഇജാസ്, അജ്മൽ എന്നിവർ പടക്കം വാങ്ങിയതിനു ശേഷം പണത്തെ ചൊല്ലി പടക്ക കച്ചവടക്കാരനുമായി വാക്കേറ്റമുണ്ടായി. ഇത് കണ്ട് തടയാനെത്തിയ സുധീഷിനെ ഇവർ കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ 1-ാം പ്രതി അജ്മൽ ഒളിവിലാണ്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, എസ്ഐമാരായ എൻ പ്രദീപ്, ബിജു, സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, സുനിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ജോബി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയുന്ന ചാമരവും മയിൽപീലി കണ്ണുകളാൽ അലങ്കൃതമായ ആലവട്ടവും കാണികളിൽ ആവേശപ്പെരുമഴ തീർക്കും. ആനച്ചന്തത്തിന് അഴകേകാൻ ആലവട്ട ചാമരങ്ങളുടെ നിർമ്മാണം അണിയറയിൽ അവസാനഘട്ടത്തിലാണ്. മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ആനച്ചന്തമേറുന്ന ആലവട്ട ചാമരങ്ങളുടെ അഴക് അതൊന്ന് വേറെ തന്നെയാണ്. അതൊട്ടും ചോരാതെ തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടിയുള്ള ആലവട്ട ചാമരങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി ഇത്തവണ ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് കടവത്ത് സുജിത്താണ്. പൈതൃകമായി കിട്ടിയ ദൈവനിയോഗം പുണ്യമായി കരുതുന്ന സുജിത്തിന്റെ കൈവഴക്കത്താൽ പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങൾ തന്നെയാണ് ഇത്തവണയും തിരുവമ്പാടിക്ക് വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്നത്. നമ്മുടെ പുരാതനമായിട്ട് നമ്മുടെ വീട്ടുകാരാണ്, ചാത്തനാത്ത് കുടുംബത്തിൽ നിന്നാണ് ഈ പ്രവൃത്തി ചെയ്തു വരാറ്. എൻ്റെ അച്ഛനായിരുന്നു. അച്ഛന് ശേഷം ഞാനത് പഠിച്ച് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനത് 3-ാമത്തെ വർഷമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോട്ടാണെങ്കിലും നമ്മൾ പുതിയൊരു നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 15 ജോഡി ആലോട്ടങ്ങളും വളരെ ഭംഗിയായി പണികളെല്ലാം കഴിഞ്ഞു. ഈ വർഷം പുതിയ വെഞ്ചാമരമാണ് ഇപ്രാവശ്യം 15 ജോഡി വെഞ്ചാമരത്തിന് വെച്ചത്. അപ്പോൾ അതിൻ്റെ വരവ് വളരെ കുറവും ഭയങ്കര വിലയും കൂടുതലായതുകൊണ്ട് അതിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യവും പുതിയത് മുഴുവൻ വരുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ചാമരങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മനോഹരത അതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാറമേക്കാവിന് വേണ്ടി ചാത്തനാത്ത മുരളീധരൻ മാഷാണ് ഇത്തവണയും ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത്. പാരമ്പര്യ പൈതൃക തനിമയിൽ പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങൾ മുരളീധരൻ മാഷിന്റെ കൈകളിൽ ഭദ്രം. കഴിഞ്ഞൊരു 10-45 വർഷത്തിലേറെ കാലമായി പാറമേക്കാവ് വിഭാഗവുമായി സഹകരിച്ച് ഈ പ്രവൃത്തിയിൽ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റെടുത്ത എല്ലാ വർഷങ്ങളിലും വ്യത്യസ്തത പുലർത്താനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കൊല്ലത്തെ പൂരത്തിൻ്റെ പ്രമേയം ആയിരിക്കുകയില്ല അടുത്ത വർഷങ്ങളിൽ, വരും വർഷങ്ങൾ ഉണ്ടാവുക. കോലം വയ്ക്കുന്ന ആനയുടെ തൊട്ട് നിൽക്കുന്ന 2 ആനകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആലവട്ടാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മയിൽപീലിയുടെ ശംഖും മാങ്ങയുടെ ഷേപ്പ് വരുന്ന വെൽവെറ്റ് തുണിയിൽ ഒട്ടിച്ച് ഫോറക്സ് പേപ്പറിൽ വെട്ടിയെടുത്ത് അതിൽ ഈ സ്വർണ്ണ നിറമുള്ള പേപ്പർ പതിച്ച് അതിന് ചുറ്റും ആഭരണം എന്നുള്ള രീതിയിൽ മണിമാലയും ഒക്കെ കൊടുത്തുകൊണ്ട് മാങ്ങയുടെ ഷേപ്പിലുള്ള ഈ പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോലം വെച്ച നന്ദനാനയ്ക്ക് വേണ്ടി ഈ വർഷം നമ്മൾ എഴുന്നള്ളിക്കുന്ന ആലവട്ടത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ശംഖാണ്. കാലില്ലാത്ത മുല്ലമുട്ട് എന്നുള്ളതും ഡയഗണലായിട്ട് ട്രയാങ്കിൾ രൂപത്തിൽ വെച്ചിരിക്കുന്ന പീലിത്തണ്ടുകൊണ്ട് ഒടിച്ചു വെച്ചിരിക്കുന്ന ഒന്നുമാണ് ഇത്തവണത്തെ പ്രത്യേകത. അതിൻ്റെ മീതെ നമ്മൾ ചുമന്ന നിറത്തിലുള്ള കമ്പിളി നൂല് അതിനെ ആഭരണമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിൻ്റെ മൊത്തത്തിലുള്ള വൃത്തത്തിനും അതേപോലെ തന്നെ മൈൽപീലിയിലും ഒരു കുറവും ഒരു കാലഘട്ടത്തിലും ആലവട്ടത്തിൽ ഉണ്ടാവില്ല എന്നുള്ള സത്യമാണ്. പാണ്ടിമേളത്തിന്റെ മേളപ്പെരുക്കങ്ങൾ കാണികളിൽ ആവേശമായി മാറുമ്പോൾ തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയാൻ വെഞ്ചാമരവും ആനച്ചന്തത്തിന് വർണ്ണച്ചന്തം പകരാൻ ആലവട്ടവും തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും അണിയറയിൽ സജ്ജം. ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ കുടസമർപ്പണം നടന്നു. മേൽശാന്തി ആദ്യ കുട സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും ഭക്തരും തട്ടകക്കാരും കുട സമർപ്പിച്ചു. ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P. ശശിധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ആലപ്പാട് ഇരട്ടപ്പാലം കനാൽ റോഡ് പരിസരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. മേഖലയിൽ ചാഴൂർ പഞ്ചായത്തിന്റെ കുടിവെള്ളം എത്തുന്നത് ആഴ്ചയിലൊരിക്കൽ മാത്രമാണ്. സാഫല്യം റോഡ് പരിസരവാസികളായ 12 കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലായത്. പാടത്തിനോട് ചേർന്ന പ്രദേശമായിട്ടുകൂടി സ്ഥലത്തെ കിണറുകളെല്ലാം വറ്റിവരണ്ടു. കനാൽ റോഡിലൂടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ പഴയ പൈപ്പ് ലൈനും ജൽജീവൻ മിഷന്റെ പുതിയ പൈപ്പ് ലൈനും വെള്ളമില്ലാ പൈപ്പുകളായി തുടരുകയാണ്. പ്രദേശത്തേക്ക് ആഴ്ചയിലൊരിക്കലാണ് ചാഴൂർ പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം നടത്തുന്നത്. മറ്റു ദിവസങ്ങളിൽ വീട്ടമ്മമാർ 1/2 കിലോമീറ്ററോളം അകലെയുള്ള വീടുകളിൽ നിന്നാണ് വീട്ടാവശ്യത്തിന് കുടിവെള്ളം കൊണ്ടുവരുന്നത്. കനാൽ റോഡിലൂടെയുള്ള പൈപ്പ് ലൈനിലെ തടസ്സം മാറ്റി കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രൊഫസർ MN വിജയൻ സ്മാരക പുരസ്കാരവും കവിയും ചിന്തകനും ഗ്രന്ഥകാരനുമായ PN ഗോപികൃഷ്ണന് ഡോക്ടർ സുനിൽ P ഇളയിടം സമർപ്പിച്ചു. വർഗീയതയെക്കുറിച്ചുള്ള വിജയൻ മാഷുടെ നിരീക്ഷണങ്ങൾ ഇക്കാലത്തും പ്രസക്തമാണെന്ന് സുനിൽ P ഇളയിടം പറഞ്ഞു. ചിന്താജീവിതത്തെ സാമൂഹിക ജീവിതവുമായി ബന്ധിപ്പിച്ച മഹാപ്രതിഭയായിരുന്നു വിജയൻ മാഷ്. കേരളത്തിന്റെ അധ്യാപകനായിരുന്ന വിജയൻ മാഷുടെ സ്മരണ നിലനിർത്തുന്ന ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനാണ് PN ഗോപികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. PM സിജിത്ത്, കവി P സലീം രാജിനെയും നിധിൻ ശ്രീനിവാസൻ MN വിജയനെയും അനുസ്മരിച്ചു. സോമൻ താമരക്കുളം പ്രശസ്തി പത്രം വായിച്ചു. വായനയുടെ ലോകം സാഹിത്യ പുരസ്കാരം ES ആമി PN ഗോപികൃഷ്ണനിൽ നിന്നും സ്വീകരിച്ചു. വായനാശാല പ്രസിഡന്റ് PV സജിത, ഫസീല തരകത്ത്, സുഗത ശശിധരൻ, MK പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, വായനാശാല സെക്രട്ടറി MS ദിലീപ്, സംഘാടക സമിതി ചെയർമാൻ TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ കരുതുന്നത് മാഷ് 85-ൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അതേക്കുറിച്ച് സംസാരിച്ചൊരു 15 വർഷക്കാലമെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീഷണി അത്രയൊന്നും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതം മനസ്സിലാക്കിയിരുന്നില്ല എന്നത്. പാറമേക്കാവ് ഭഗവതിക്ക് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടന്നു. തിങ്കളാഴ്ച ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയുടെ പള്ളിയുറക്കം മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു. ആറാട്ടിന് ശേഷം ഭക്തർ ഭഗവതിക്ക് പാറ സമർപ്പിച്ചു. കോടാലിയിൽ പൊതുമരാമത്ത് റോഡരികിലെ തുറന്ന കാന അപകട ഭീഷണി ഉയർത്തുന്നു. അന്നാമ്പാടം ജംഗ്ഷന് സമീപത്തുള്ള റോഡരികിലെ കാനയാണ് തുറന്നുകിടക്കുന്നത്. ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരും കുഴിയിൽ വീഴാൻ ഇടയുള്ളതിനാൽ എത്രയും വേഗം കാന കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി കുമരനെല്ലൂർ നാട്ടുകൂട്ടത്തിന്റെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹാദരം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി. ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ മാധവനെയും സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാധാകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. നാട്ടുകൂട്ടം പ്രസിഡന്റ് കൃഷ്ണ പ്രമോദ്, സെക്രട്ടറി KM ഹസൻ, സനൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ 2020 കാഴ്ച എന്നൊരു പ്രോഗ്രാമായിട്ട് പ്രശസ്ത ബാംസുരി നാടകൻ ഹരിപ്രസാദ് ചൌരസ്യയുടെ ശിഷ്യൻ ദിഗ്വിജയ് സിംഗ് ചൌഹാൻ നയിക്കുന്ന ബാംസുരി ശില്പശാല നാളെ മുതൽ 21 വരെ കുന്നത്തങ്ങാടി മാനവ സംഗീത വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബിഗ്നർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് തലങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ പുല്ലാംകുഴൽ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പങ്കെടുക്കാം. ദിഗ്വിജയ സിംഗ് ചൌഹാൻ, ഷാജി P ഹരിമുരളി, സതീഷ് നിയാസ്, KM പ്രമോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൾ ബേഡേഴ്സ് കളക്ടീവിന്റെ ആഭിമുഖ്യത്തിൽ കോൾ നിലങ്ങളിലെ ജൈവ വൈവിധ്യം വിഷയമാക്കിയിട്ടുള്ള ഫോട്ടോ പ്രദർശനം കാണാപ്പടവുകൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കോൾ തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനും കൃഷിയും ജൈവ വൈവിധ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പ്രദർശനം ലക്ഷ്യമിടുന്നത്. ക്യാമറ മിഴികൾ ഒപ്പിയെടുത്ത കോൾ നിലങ്ങളിലെ ജൈവ വൈവിധ്യത്തിന്റെ അപൂർവവും ചാരുതയാർന്നതുമായ ദൃശ്യങ്ങളാണ് കാണാപ്പടവുകളുടെ ആകർഷണീയത. 60 പക്ഷി നിരീക്ഷകരുടെ 200-ലേറെ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. വിവിധയിനം പക്ഷികൾ, തുമ്പികൾ, മത്സ്യങ്ങൾ, മറ്റു ജീവജാലങ്ങൾ എന്നിവയും കോൾനിലങ്ങളിലെ കാർഷിക വൃത്തിയും കർഷകരുടെ ജീവിതവുമൊക്കെയാണ് ജീവൻ തുടിക്കുന്ന ഈ ദൃശ്യങ്ങളിലേറെയും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ, വിദ്യാർത്ഥികൾ,
വീട്ടമ്മമാർ, ഗവേഷകർ തുടങ്ങിയവരടങ്ങിയ കോൾ ബേഡേഴ്സ് കളക്റ്റീവ് ഒരുക്കിയ പ്രദർശനം പക്ഷി നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന ഇന്ദുചൂടന്റെ 101ാം ജന്മവാർഷിക സ്മരണയ്ക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഒരു നിരന്തരമായിട്ട് നമ്മൾ പക്ഷി നിരീക്ഷണം, ഫിഷിൻ്റെ സർവേ, അതുപോലെ തുമ്പികളുടെ സർവേ എല്ലാം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൽ സ്റ്റുഡൻസ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്. ഇതൊരു ഹോബിയായി എടുത്തിട്ടുള്ളവരാണ് ഇതിൽ കൂടുതൽ പേരും. നമ്മൾ ഈ ഒരു എക്സിബിഷനിലൂടെ ഉദ്ദേശിക്കുന്നത് കോളിൻ്റെ പ്രാധാന്യം, അത് തൃശ്ശൂർ, പൊന്നാനി ആ പ്രദേശങ്ങളിലെ വെള്ളത്തിൻ്റെയും മറ്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് യുവതലമുറയിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കളക്ടർ VR കൃഷ്ണതേജ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരനാളുകളിലെ നഗരക്കാഴ്ചകളിൽ നിന്ന് വേറിട്ട് പ്രേക്ഷകർക്ക് ഫോട്ടോഗ്രാഫിയുടെ അപൂർവ സൗന്ദര്യം സമ്മാനിക്കുന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. കൾച്ചറൽ ഡെസ്ക് TCV. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് മുതൽ ഉപചാരം ചൊല്ലി പിരിയൽ വരെയുള്ള ദിവസങ്ങളിൽ സൗജന്യ ആംബുലൻസ് സേവനവും സൗജന്യ ഭക്ഷണ കുടിവെള്ള വിതരണവും ആക്ട്സിന്റെ നേതൃത്വത്തിൽ ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് ആക്ട്സ് നാളെ വൈകിട്ട് 7 മുതൽ 20 ഉച്ചയ്ക്ക് 12 വരെ 4 നാൾ നീളുന്ന സേവനമൊരുക്കുമെന്ന് ആക്ട്സ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് മേയർ MK വർഗീസ് പറഞ്ഞു. പഴയ ജില്ലാ ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആക്ട്സ് തൃശൂർ ബ്രാഞ്ച് ഓഫീസിന് മുൻവശത്ത് പൂരനാളിൽ ചപ്പാത്തിയും കറിയും അടങ്ങുന്ന സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യും. ചൂടിൽ തളരുന്നവരെയും ശാരീരിക അസ്വസ്ഥതകൾ കുഴഞ്ഞു വീഴുന്നവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആക്ട്സിന്റെ 12 അംഗം പ്രത്യേക സ്ട്രെച്ചർ ടീം പ്രവർത്തിക്കും. ഇതിനു പുറമെ ചൊവ്വാഴ്ച മുതൽ 20-ാം തീയതി വരെ 5 നാൾ നീളുന്ന സൗജന്യ മെഡിക്കൽ ക്യാൻസർ നിർണയ ക്യാമ്പ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. TA അബൂബക്കർ, ലൈജു സെബാസ്റ്റ്യൻ, ജേക്കബ് ഡേവിസ്, CS ധനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നയൂരിൽ നടന്ന ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര സംഘടിപ്പിച്ച ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ചാവക്കാട് തിരുവത്ര സ്വദേശി അഷ്കറിന് 1ാം സ്ഥാനം. കരിമ്പി വീട്ടിൽ അംസുവിന്റെയും ആഷിക്കയുടെയും 4 മക്കളിൽ 3ാമനായ അഷ്കർ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തന്നെ മാപ്പിളപ്പാട്ട്, ലളിതകാലം എന്നിവയിൽ സംസ്ഥാന തലങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗുരുവായൂരിലുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്യുന്ന അഷ്കർ സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതലേ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. ജോലിക്കിടയിലും സംഗീതത്തോടുള്ള തന്റെ അടുപ്പം അഷ്കർ നിലനിർത്തി പോരുന്ന അഷ്കറിന് സംഗീത മേഖലകളിൽ അറിയപ്പെടുന്ന കലാകാരൻ ആകണമെന്നാണ് മോഹം. കൊണ്ടാഴി പാറമേൽപ്പടിയിൽ വയോധികനെ പൊതുകിണറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൻ എന്ന 61 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന അവധിക്കാല ക്യാമ്പിൽ നാടകം, ഫുട്ബോൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകും. പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ നൽകിയ സ്പോർട്സ് കിറ്റ് ചടങ്ങിൽ കൈമാറി. MC രാജേഷ്, KK ലീല പ്രസാദ്, കിഴക്കൂട്ട് KG സ്മിതൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് 21-ന് സമാപിക്കും. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം അഹിന്ദുവും കയറിയതായി പരാതി. ഇത് സംബന്ധിച്ച് ചാലക്കുടി സ്വദേശി പാറക്കൽ KP ശ്രീകുമാരൻ ഉണ്ണി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകി. ക്ഷേത്രത്തിലെ തെക്കേ ഊട്ടുപുരയിൽ വിഷുത്തലേന്ന് നടത്തുന്ന താമരക്കഞ്ഞി വഴിപാടിനിടയിലാണ് സുരേഷ് ഗോപിയും ഒരു സംഘം നേതാക്കളും ഇവിടേക്ക് എത്തിയെന്നും ഇദ്ദേഹത്തോടൊപ്പം അഹിന്ദുവും BJP ന്യൂനപക്ഷ മോർച്ച നേതാവ് ഇരിങ്ങാലക്കുട സ്വദേശി ലിഷേൻ ജോസ് കാട്ട്ലയും ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ ഊട്ടുപുരയിലേക്ക് കയറിയതായും പരാതിയിൽ പറയുന്നു. അതേസമയം പരാതി ക്ഷേത്രം തന്ത്രികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അവർ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് പരിഹാരക്രിയകൾ നടത്തുമെന്നും ദേവസ്വം കമ്മിറ്റി യോഗം കൂടി മറ്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ചെയർമാൻ KA ഗോപി അറിയിച്ചു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് തുടക്കമായി. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PS മനോജ് കുമാർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമിള അധ്യക്ഷത വഹിച്ചു. കോച്ചിങ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ അധികാര ഘടനയിലേക്ക്
പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീലുണ്ടെന്ന് ആരോപിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM എന്നും മുഖ്യമന്ത്രി. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. പൂരം സാമ്പിൾ വെടിക്കെട്ട് നാളെ. സാമ്പിൾ വെടിക്കെട്ട് TCVയിൽ തത്സമയം. ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. വിട പറഞ്ഞത് ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തിഗാന രംഗത്തും സിനിമാ രംഗത്തും മികവ് തെളിയിച്ച പ്രതിഭ. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്ക് മുതലയുടെ കടിയേറ്റു. ചാലക്കുടി പുഴയുടെ അതിരപ്പള്ളി ഭാഗത്ത് മുതല കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കണ്ടെത്തി. സ്വർണ്ണവില പവന് 55,000 രൂപയിലേക്കെത്തി. ഒരു പവന് 54,360 രൂപ. 2 മാസത്തിനുള്ളിൽ പവന് വർദ്ധിച്ചത് 8,000 രൂപയിലേറെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.